അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞങ്ങൾ ചൂണ്ടിടാനുള്ള തീരുമാനത്തിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ടിട്ട് പോണേണ്. ഇവിടെ കൊത്തുണ്ടാന്ന് അറിയില്ല, ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ സൂക്ഷിച്ചാണ് ഇടാൻ. ഇവിടെ മറ്റേ മടലും കല്യാണൊക്കെ വീണ് കിടക്കണോണ്ട് ഉടക്കിയ ചൂണ്ട പൊട്ടിപ്പോ. അതുകൊണ്ട് നല്ലൊരു സ്ഥലം നോക്കി ഇടാന്ന് തീരുമാനിച്ചു പോണേണ്. എന്റെ കൂടെ കുഞ്ഞുണ്ണിച്ചേട്ടനും കൂടിയുണ്ട്. കുഞ്ഞുണ്ണിച്ചേട്ടനാണ് എനിക്ക് എങ്ങനെയൊക്കെ ചൂണ്ടിയിടണം, ഏത് സ്ഥലത്ത് മീൻ കൊത്തുന്ന സ്ഥലത്ത് ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ പണ്ട് ചൂണ്ടിട്ടിട്ടുള്ളു. ഒളൈപ്പി വരുമ്പോ ഞാൻ ചൂണ്ടിടാറുണ്ട്, അല്ലാണ്ട് വീട്ടില് സമയത്തൊന്നും ഇടാറില്ല. ഇപ്പൊ ഒരു അവിടെ ഉടക്കുണ്ടായിട്ട് ഞങ്ങൾ ഇപ്പുറത്തെ സ്ഥലത്ത് ഇട്ടു നോക്കാന്ന് പറഞ്ഞ് പോണേണ്. ഞങ്ങൾ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോയിരുന്നപ്പോഴേക്കും ഇവിടെ ചെറിയ കൊത്ത് കണ്ടപ്പോ അവിടെ തന്നെ തീരുമാനിച്ചു ഇവിടെ തന്നെ ഇടാം. അവിടെ ഇരിക്കണേണ്, കിട്ടോ ഇല്ലെന്ന് നോക്കി. മീൻ കൊത്താണ്ടെന്ന് തോന്നാണ്. നമുക്കൊന്ന് വലിച്ചു നോക്കാം. നല്ലൊരു ചെറിയൊരു പൂളാനൊക്കെ ഇട്ടിട്ടുണ്ട്. പൂള നല്ലോണം കൊളുത്ത് വിഴിഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട് വായിലേക്ക് കയറാൻ. അതുകൊണ്ട് ചേട്ടനോട് പറയാം ഒന്ന് എടുത്തു തരുമോ. ചേട്ടനക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചേട്ടൻ സിമ്പിളായിട്ട് തന്നെ എടുത്തു. ഇവനാണ് ഞങ്ങളുടെ കുട്ടപ്പൻ. പ്രധാന വില്ലിറ്റിന് പണിസ്ഥലത്തിൽ നിന്ന് കിട്ടിയതാ. ഇവനിപ്പൊ കെട്ടിയിരിക്കുന്നത് ഞങ്ങൾ ഇവന്റെ അടുത്താണ് ചൂണ്ടിടാൻ പോകുന്നത്. ഇവൻ ഭയങ്കര കുസൃതിക്കാരനായോണ്ട് അലമ്പുണ്ടാക്കും. അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ 2 മിനിറ്റ് കെട്ടിയിട്ടുള്ളൂ. നമ്മ ഇതിനെ ബൈറ്റ് ആയിട്ട് എടുക്കുന്നത് ചെമ്മീന്റെ വാലൊടിച്ചതാണ്. ഇത് നമ്മ ടാർഗറ്റ് ചെയ്തേക്കുന്ന കൂരിയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി ഇടാൻ പോവാം. കുട്ടു അങ്ങോട്ട് വരാൻ വേണ്ടി പല അടവും കാണിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് വിടണമെന്നുണ്ട്. പക്ഷെ അവൻ അലമ്പുണ്ടാക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വിടാത്തത്. ചെറിയ കൊത്ത് കിട്ടാനുണ്ട്. അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി കരയാനാണ്. ഓ ഗായ്സ്, ഒരു കൂഴി പെട്ടെന്ന് അടിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ കൂരിയാണിത്. പഴയ സ്ഥലത്ത് തന്നെ ഒന്ന് ഇട്ടു നോക്കുകയാണ്. മീന്റെ കൊത്തല് കുറഞ്ഞിട്ടുണ്ട്. അവന് പെട്ടെന്നൊരു പൂളാങ്കര അടിച്ച്. ഇവൻ കുറെ നേരം നമ്മൾ ഇട്ട് കളിപ്പിക്കണം. കൊത്തും തീറ്റെടുത്തോണ്ടും പോവും, കൊത്തും തീറ്റെടുത്തോണ്ടും പോവും. നമ്മ കൊത്തിയപ്പോ തന്നെ അവന്റെ ചുണ്ടത്തെ കയറിയോണ്ട് വലിച്ച്. അവൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല. ഇവൻ തന്നെ നമുക്ക് പഴയ ചൂണ്ട പൊട്ടിച്ചു കേട്ടാ, പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ നമ്മുടെ ചേട്ടന്റെ ചൂണ്ടാണ് ഇപ്പൊ ഞാൻ എടുത്തത്. ചൂണ്ട വൈകിട്ട് ഞങ്ങള് ഇപ്പൊ തക്കുടൂനെ കുറച്ച് നേരം അയച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇവൻ കിടന്ന് കരയെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അണ്ണൻ വള്ളവും കൊണ്ടുവരാന്ന് പറഞ്ഞത്. അപ്പൊ ആ വള്ളത്തിൽ കയറി ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു.
അണ്ണന്റെ വെള്ളത്തിൽ ചാലൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള കുറച്ച് കുറച്ച് കാഴ്ചകളുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മ വെള്ളം എടുത്തപ്പോഴാണ് കുറച്ച് നീങ്ങിയപ്പോഴറിഞ്ഞ വെള്ളത്തിലൊരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ വെള്ളം തുഴയാനോടൊപ്പം തന്നെ വെള്ളം കോരിക്കളയുണ്ട്, അല്ലെങ്കിൽ വെള്ളം മുങ്ങിപ്പോ. വെള്ളം ആടണം കൂടി ഉണ്ട്, പക്ഷെ എനിക്ക് ചെറിയ പേടിയും കൂടി ഉണ്ട്. ഇവിടെ വെള്ളത്തിനെക്കാട്ടും കൂടുതലുള്ളത് ചേറാണ്. ഞാൻ കേറിയപ്പോ അറിയാണ്ട് ചേറില ചവിട്ടിയ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, എന്റെ ജസ്റ്റ് തൊട്ടപ്പോ തന്നെ എന്റെ മുട്ട് വരെ ഉണ്ട് ചേറ്. അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. വെള്ളം ആടണമുള്ളതുകൊണ്ട് വെള്ളം കയറണം എനിക്ക് പേടിയാണ്. അണ്ണൻ വല കെട്ടാൻ വേണ്ടി കെട്ടിരിക്കുന്ന കയറാണിത് മീൻ പിടിക്കാൻ. ഈ കാണുന്നത് ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരുപാട് പക്ഷികളും നീർക്കാക്കകളും ഉടുമ്പുകളും ഓന്തുകളും എല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പുല്ലിന്റെ ഒക്കെ ഇടയിൽ. ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. രാവിലെ എണീക്കുമ്പോഴുള്ള ക്ലൈമറ്റും ആ ഓളമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. മഴയുടെ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെള്ളം ആഴണോണ്ടും വെള്ളം കയറണോണ്ടും ഞങ്ങൾ തിരിക്കുവാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ്. എന്തായാലും വീടെത്തിട്ട് കാണാം. നല്ലോണം കാറ്റും കാലൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. അണ്ണൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. മലയാളം നല്ലോണം കാണിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പൊ ഗായ്സ്, ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.